എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കടക്കാണ്. ലൈക്കിനും ഹൈപ്പിനൊന്നും മറക്കരുത് കേട്ടോ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതായത് അതിന്റെ ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങൾ കണ്ടു കാണുന്ന കരുതുന്നു. ഇനി ആരെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിൽ ബൈക്കിൽ നിന്ന് ഒന്ന് കണ്ടു തുടങ്ങിയോളൂ. സൂപ്പറാണ് കേട്ടോ, അടിപൊളി വിശേഷമാണ്. അങ്ങനെ മനുവിനോടുള്ള ഇഷ്ടം മനുവിനോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും അവതക്കുട്ടിയോട് തുറന്നു പറയാനുള്ള ഒരു മനസ്സ് നമ്മുടെ അലീനയ്ക്ക് ഉണ്ടായേ. അപ്പൊ അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കഥയുടെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയും അലീനയും മാമച്ചനും ഗ്രേസിയും ഒക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അത് വേറൊന്നുമല്ല, നമ്മുടെ ചിന്നുമോൾ എന്ന് പറയുന്ന കണക്ഷൻ. ഷെറിനിന്റെ മകളാണ് ചിന്നുമോള്. അതുപോലെ തന്നെ ഈ ഷെറിൻ ആരാണ്? അലീനയുടെ അപ്പച്ചി, അതായത് ഔതക്കുട്ടിയുടെ ഏറ്റവും ഇളയ മകളാണ് ഈ ഷെറിൻ. അപ്പൊ ഇതൊന്നും അറിയാതെയാണല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവരിങ്ങനെ നടക്കുന്നത്. നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ, ഇവർക്ക് അറിയത്തില്ലല്ലോ. അലീനയ്ക്കോ രേവതിക്കോ മാമച്ചനോ ഗ്രേസിക്കോ ഒന്നും അറിയില്ല. നമ്മുടെ മാമച്ചനും ഗ്രേസിയൊക്കെയാണ് ആ വീട്ടിലൊന്ന് കയറി പറ്റാനും ആ കുഞ്ഞ് എവിടെയാന്നൊക്കെ അറിയാനും വേണ്ടി ഭയങ്കരമായിട്ട് തത്രപ്പാട് പെടുന്നുണ്ട്. അങ്ങനെ ഷെറിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു അന്ന് ടോണീനെ. എന്നിട്ടൊന്നും നടന്നൊന്നുമില്ല. ഏതായാലും പറ്റിയ ഒരു അവസരമാണ്, തൻ്റെ കൊച്ചുമകളെ അല്ലെങ്കിൽ മകനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു അവസരം നമ്മുടെ ഗ്രേസിക്കും മാമച്ചനും ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കും ഇങ്ങനെ ഓരോ കഥകളൊക്കെ അലീനെ വിളിച്ച് രേവതിയോട് പറയുമല്ലോ. അപ്പൊ രേവതി അങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ രേവതി മാമച്ചനോടും ഗ്രേസിയോടും പറയാത്ത കഥകളില്ലല്ലോ. അലീന പറയുന്ന കഥകൾ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പുനലൂരാണ് ഈ പറയുന്ന ഷെറിന്റെ വീട് എന്നറിയാം. അപ്പൊ പുനലൂരാണല്ലോ ഈ പറയുന്ന ഔതക്കുട്ടി ചായന്റെ വീട് എന്ന് നമ്മുടെ രേവതിയോട് അലീന പറഞ്ഞിട്ടുണ്ട്. അപ്പം രേവതി പറഞ്ഞു, അത് പിന്നെ ഗ്രേസി ആന്റി, എനിക്ക് ഒരു ഐഡിയ തോന്നാണ്. നമ്മുടെ അലീന ചേച്ചിയുടെ അപ്പച്ചനോടെ വല്യപ്പച്ചനോടെ നമുക്ക് ഷെറിൻ ചേച്ചിയുടെ വീടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞാലോ. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് എടുക്കാന്നേ. കാരണം ഈ പറയുന്ന ഔതക്കുട്ടി ചായനില്ലേ, അതായത് നമ്മുടെ അലീന ചേച്ചിയുടെ വല്യപ്പച്ചൻ, വല്യപ്പച്ചൻ പുനലൂരാ ഉള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ അറിയുമായിരിക്കും. അപ്പൊ നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗ്രേസ് പറഞ്ഞു, ശരിയാണല്ലോ. മാമച്ച ഇവള് പറയുന്നത് ശരിയാണ് കേട്ടോ. ആരാ പറഞ്ഞു ഇവക്ക് ബുദ്ധിയില്ലെന്ന്? നല്ല ഉരുട്ട് ബുദ്ധിയുണ്ട്. ഉരുട്ട് ബുദ്ധി ഒന്നുമല്ല, ഇത് നല്ല ബുദ്ധി തന്നെയാണ്. എങ്ങനെയുണ്ട് നമുക്ക് ഈ ഔതക്കുട്ടിച്ചായൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് മാമച്ചൻ, ഔതക്കുട്ടിച്ചായനോ? അപ്പം മാമച്ചൻ ചോദിച്ചു, ഗ്രേസി ഔതക്കുട്ടിച്ചായൻ, ഈ ഔതക്കുട്ടിച്ചായൻ തന്നെയല്ലേ നമ്മുടെ ഷെറിന്റെ അപ്പച്ചന്റെ പേര്? അല്ല, അന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ടോണി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശരി, ഔതക്കുട്ടിച്ചായൻ തന്നെയാണ്. അല്ല രേവതിക്കുട്ടി, നിനക്ക് അവരുടെ വീട്ടുപേരും മറ്റും അറിയാമോ? നീ കൊട്ടാരമറ്റത്തിൽ നിന്നും വല്ലതും ആണോ അവരുടെ വീട്ടുപേരെ എന്നിങ്ങനെ രേവതിക്കുട്ടിയോട് ചോദിച്ചപ്പോ രേവതിക്കുട്ടി പറഞ്ഞു, വീട്ടുപേര് എനിക്ക് അറിയത്തില്ല കേട്ടോ, അതെനിക്കറിയത്തില്ല. കൊട്ടാരമറ്റത്തിൽ നിന്നാണോ, ഇനിയിപ്പം രാജകൊട്ടാരമാണോ എന്ന് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ ഒരു കാര്യം ചെയ്യേ, ഫോൺ എടുത്തിട്ട് അലീനയോടൊന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അതിനിപ്പോ എന്താ, വിളിച്ചു ചോദിക്കാലോ എന്നും പറഞ്ഞ് നേരെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് നമ്മുടെ അലീനയെ രേവതിക്കുട്ടി. ആദ്യം വിശേഷമൊക്കെ തിരക്കിയ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, അതേ അലീന ചേച്ചി വല്യപ്പച്ചന്റെ പേര് ഔതക്കുട്ടി എന്നല്ലേ? അതെ, ഔതക്കുട്ടി എന്നാ. ഈ വല്യപ്പച്ചന് എത്ര മക്കളുണ്ടെന്ന് അറിയാമോ? എത്ര മക്കളുണ്ടെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം, അല്ല ഈ ഔതക്കുട്ടി ചായന്റെ വീട്ടുപേരെ വേറൊന്നും അല്ലല്ലോ, കൊട്ടാരമറ്റത്തിൽ നിന്നല്ലേ? ഇത് കേട്ടപ്പം അതെ, കൊട്ടാരമറ്റത്ത് നിന്നാ. രേവതിക്കുട്ടി, നിനക്ക് എങ്ങനെയാ രേവതിക്കുട്ടി മനസ്സിലായത്? ഇത് മാത്രം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, എന്റെ ഈശോയെ അലീന ചേച്ചി, ദേ ദേ സത്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എന്താടി പെണ്ണെ നീ പറയുന്നത്? എന്താന്ന് വെച്ചാ ഒന്ന് പറയുന്നുണ്ടോ? അതെ, അപ്പൊ ഷെറിൻ ചേച്ചി ഔതക്കുട്ടി ചായന്റെ മോളാണോ? നീ എന്തൊക്കെ പൊട്ടത്തരം വിളിച്ചു പറയുന്നത്? ഏത് ഷെറിൻ? അല്ല, നമ്മുടെ ഗ്രേസി ആന്റിയുടെ മാമച്ചൻ അങ്കിളിന്റെയും മകൻ പ്രേമിച്ച ഷെറിനില്ലേ, അത് ഔതക്കുട്ടി ചായന്റെ മകളാണോ? അയ്യോ, അതൊന്നും എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോ പുനലൂര് വേറെ ഔതക്കുട്ടി ചായനും അതുപോലെ കൊട്ടാരമറ്റത്തിൽ വീടുണ്ടോ അലീന ചേച്ചി? അതൊന്നും എനിക്കറിയില്ല. നീ ഒരു കാര്യം ചെയ്യേ, നീ ഫോൺ വെച്ചേ, ഞാന് പതുക്കെ വല്യപ്പച്ചനെ ഒന്ന് സോപ്പിട്ട് ചോദിക്കാം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോ, എങ്കിൽ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ. ദേ എനിക്കിപ്പം ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കാൻ ഞാൻ. അങ്ങനെ വല്ല ഒരു ബന്ധമാണെങ്കിലേ ഷെറിൻ ചേച്ചിയുടെ അടുത്ത് കയറി പറ്റാൻ പിന്നെ വേറെ ആരും വേണ്ട, അലീന ചേച്ചി മതി എന്ന് പറയുമ്പോൾ, പെടക്കല്ലേ നിക്ക് വേണേ, ഞാൻ ആദ്യം ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഔതക്കുട്ടി ചായൻ അവിടെ ഇല്ല കേട്ടോ. ഔതക്കുട്ടി ചായനാണെങ്കിൽ
സ്റ്റാൻലിയുടെ കൂടെ അവിടുത്തെ ഓഫീസിലും അവിടുത്തെ പറമ്പുകളിലും ഒക്കെ ഇങ്ങനെ വിസിറ്റിംഗ് ആയിരുന്നു. അപ്പം അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് വരികയാണ്. അപ്പം ഈ പട്ടാളത്തിൽ നിന്ന് കിട്ടിയ മിലിറ്ററിയിൽ നിന്ന് കിട്ടിയ ഒരു ജീപ്പ് ഉണ്ട് നമ്മുടെ സ്റ്റാൻലിക്ക്. അപ്പൊ ആ ജീപ്പിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരമൊക്കെ രണ്ടുപേരും. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞിങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ വല്യപ്പച്ചൻ പറഞ്ഞു, അത് പിന്നെ ഈ ഓഫീസും കാര്യങ്ങളൊക്കെ അലീനയും കൂടി ഒന്ന് പരിചയപ്പെടുത്തണം. അവക്കാണെങ്കിലേ എല്ലാത്തിനും ഒരു നല്ലൊരു കഴിവുണ്ടടാ, അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തണം. ഇനിയിപ്പൊ നീ ഇല്ലാതെ വന്നാലും അവക്ക് ഈ ഓഫീസൊക്കെ നോക്കി നടത്തണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരും അവളെ കൊണ്ട് ഓഫീസ് നോക്കി നടത്തിപ്പിക്കുന്നു? എന്താ അപ്പച്ചൻ ഈ പറയുന്നത്? അവളെ കൊണ്ട് ഓഫീസ് നോക്കി നടത്തിപ്പിക്കാനാണോ ഞാൻ പോകുന്നത്? അടുത്ത വർഷം ആ പെണ്ണിനെ ഞാൻ പിടിച്ച് കെട്ടിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും കെട്ടിക്കാനോ? എന്തിനും? 10-24 വയസ്സുള്ള പെണ്ണിനെ കെട്ടിക്കുന്ന നിനക്ക് എന്നെ ഭ്രാന്താണോ എന്ന് ചോദിച്ചപ്പോ 24 വയസ്സില്ലേ അവക്കൊരു ജോലിയില്ല, അവള് ജോലിക്ക് ട്രൈ ചെയ്യുന്നുമില്ല. പിന്നെ ഇനിയിപ്പം സമ്പത്ത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, കെട്ടിക്കാൻ വേണ്ടി സ്ത്രീധനം കൊടുക്കാൻ പണം നോക്കിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്താ, ഒരു 24 വയസ്സെന്ന് പറഞ്ഞാലേ നല്ല പ്രായ. ആ പ്രായത്തിൽ നല്ലൊരു പയ്യനെ പിടിച്ച് കയ്യിലേൽപ്പിക്കുന്നു. അതല്ലേ വേണ്ടതെന്ന് പറഞ്ഞപ്പം നമ്മുടെ ഔതക്കുട്ടിച്ചാൻ അതൊന്നും നടക്കത്തൊന്നുമില്ല, പിന്നെ ആ പെങ്കൊച്ചിങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതിനൊന്ന് സ്നേഹിക്കാനോ ഒന്ന് അച്ഛന്റെ കൂടെ നിൽക്കാനോ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പം വന്ന 1 വർഷം ആവുന്നതിന് മുമ്പ് അതിനെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ, ഈ പറയുന്ന വല്യപ്പച്ചനാണോ അലീനയെ മാറി നിൽക്കാൻ ഇഷ്ടമല്ലാത്തത്? അല്ല, അപ്പച്ചനാണോ അലീനയെ പിരിയാൻ ഇഷ്ടമല്ലാത്തത്? അതോ അലീനയ്ക്കോ? അല്ല, പറച്ചില് കേട്ടിട്ട് വല്യപ്പച്ചന് അലീനയെ ഇപ്പം കെട്ടിച്ചു വിടാൻ താല്പര്യം ഇല്ലാത്ത പോലെയാണല്ലോ. ഈ വല്യപ്പച്ചനും മോളും കൂടെ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചപ്പം, എന്റെ പൊന്ന് സ്റ്റാൻലി, ഞാനൊരു കാര്യം പറയാം, നീ അത് നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ ഈ പറയുന്ന അലീനയ്ക്ക് അവക്ക് ഒരു ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ട് ഒരു പയ്യനോട്. കഴിഞ്ഞ ദിവസം വന്നില്ലേ മനു എന്ന് പറയുന്ന ഒരു പയ്യൻ അങ്ങ് പാലായിൽ നിന്ന്? ഓ ഓ, അറിയാം. അവനോടോ എന്ത് സ്നേഹം! അത് പിന്നെ അവനോടെ ഒരു സ്നേഹം ഉണ്ടെന്നേ. അവൻ അലീന എന്ന് വെച്ചാൽ ജീവനാ, പ്രാണന. അലീന ആ വീട്ടിൽ വേലക്കാരിയായിട്ട് നിന്നപ്പോഴേ അവനായിരുന്നു അലീനയ്ക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. ഓ, സഹായം അലീനയ്ക്ക് ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ അലീനെ? അതൊന്നും നടക്കുന്ന കേസൊന്നും അല്ലാന്ന് പറഞ്ഞപ്പം, അത് പിന്നെ നമുക്കൊരു മനസാക്ഷി വേണ്ടേ, ഒരു എന്താ പറയാ, മനുഷ്യപ്പറ്റ് വേണ്ടേ? നീ എന്താണ് ഈ പറയുന്നത്? സമ്പത്ത് കാലത്ത് സഹായിക്കുന്നവരല്ല, ആപത്ത് കാലത്ത് സഹായിക്കുന്നവരെ അല്ലേ നമ്മള് അവഗണിക്കാതെ ചേർത്ത് പിടിച്ച് നിർത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞു, ദേ, ഇതൊന്നും ഇവിടെ പറ്റത്തില്ല കേട്ടോ, ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും, ആരും ആരും എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞപ്പോ, ഓഹോ, നിന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ടെന്നല്ലേ? എന്നാടാ സ്റ്റാൻലി നീ പറയുന്നത്? അയ്യോ, നീ ആരാടാ സ്റ്റാൻലി എന്നല്ല ലാലിച്ചൻ നട്ട് വിളിക്കുന്നത്? ലാലിച്ചൻ, നീ പറയുന്നത്, നീ ആരാന്ന് നിന്റെ വിചാരം? ഇത്തിരി പോന്നപ്പോ എന്റെ മടിയിലിരുന്ന് അപ്പിയിട്ട് മുള്ളിക്കൊണ്ടിരുന്ന നീയാണോ ഇപ്പൊ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത്? മര്യാദക്കിരുന്നോ, നിർത്തണ വണ്ടി എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നു കേട്ടോ നമ്മുടെ വല്യപ്പച്ചന്. ഔതക്കുട്ടിക്ക് ദേഷ്യം വന്നിട്ട് ഔതക്കുട്ടി അതേന്ന് ഇറങ്ങിയിട്ട് പതുക്കെ അങ്ങ് നടന്നു. അപ്പോഴത്തേക്ക് സ്റ്റാൻലി പതുക്കെ നിരക്കി പുറകെ ഈ വണ്ടി കൊണ്ടുപോവാണ്. അങ്ങനെ വണ്ടി കൊണ്ടുപോയി വല്യപ്പച്ചന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി വണ്ടി നിർത്തിയിട്ട്, ഇങ്ങോട്ട് കേറുന്നുണ്ടോ വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് എന്ന് പറയുമ്പോ, പിന്നെ ഞാനിപ്പോ കേറുന്നില്ല, എനിക്ക് അവിടെ വരെ നടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോഴല്ലേ ഈ കാറും വീടും ജീപ്പും ഒക്കെ ഉണ്ടായത്. അതിനു മുമ്പ് ഈ ഔതക്കുട്ടി ഉണ്ടല്ലോ ജീവിച്ചിട്ടുണ്ട് അന്തസ്സായിട്ട്, വിലയുള്ളവനായിട്ട്. ആഹാ, എന്നെയാണോ നീ പാഠം പഠിപ്പിക്കാൻ വരുന്നത്? വിട്ടുപൊക്കോന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മുടെ ഔതക്കുട്ടിച്ചായൻ നടക്കാൻ തുടങ്ങി. ഔതക്കുട്ടിച്ചായൻ നടന്നൊരു പാലത്തിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി വീണ്ടും പുറകെ പോയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഔതക്കുട്ടിച്ചായനോട് കയറാൻ പറഞ്ഞു. ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും ഔതക്കുട്ടിച്ചായൻ ലാസ്റ്റ് കേറിയിട്ട് രണ്ടുപേരും നേരെ ചെല്ലുകയാണ് നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ അലീന വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ വല്യപ്പച്ചനെ കട്ടിലേക്ക് കയറുന്നു കിടക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അലീനെ ചെന്ന് അടുത്തിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. എന്താ പറയാ, വിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ അന്വേഷിക്കണം. അപ്പൊ അലീനയുടെ ഒരു ഉദ്ദേശം വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ അലീനയ്ക്ക് ഒരു ദുരുദ്ദേശമുണ്ട്. അലീനയ്ക്ക് എന്നാ ദുരുദ്ദേശം ഉള്ളത്? ഈ പറയുന്ന ഷെറിനാണോ ഈ വല്യപ്പച്ചന്റെ മോളെന്ന് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അലീന പതുക്കെ സോപ്പിട്ട് വല്യപ്പച്ചന്റെ അടുത്ത് പോയിരുന്നു. പതുക്കെ വല്യപ്പച്ചന്റെ എന്താ പറയാ ഷോൾഡറിന്ന് താഴേക്ക് ഇങ്ങനെ ഞെക്കി പതുക്കെ മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്കും വല്യപ്പച്ചനാണെങ്കിലോ, മോള് വന്നതിൽ പിന്നെ സത്യമായിട്ട് ഈ മസാജ് ഒക്കെ കിട്ടുന്നത് ഏതായാലും അത് ശരീരത്തിന് സുഖമുള്ള ഏർപ്പാടാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ആണോ? അല്ല, വല്യപ്പച്ചന്റെ വീട്ടിലാരും വല്യപ്പച്ചന് മസാജ് ചെയ്തൊന്നും തരത്തില്ലായിരുന്നോ വല്യപ്പച്ചന് മക്കളില്ലേ എന്ന് ചോദിച്ചപ്പോ, ഓ, അവന്മാരൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പൊ മസാജ് ചെയ്യാൻ വന്നിരിക്കുവോ? എവിടെന്ന് മക്കളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോ, അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു, വല്യപ്പച്ചന് എത്ര മക്കളുണ്ട്? അല്ല, ഒന്ന് പറഞ്ഞേ. മക്കളൊക്കെ കുറെ ഉണ്ട്.
അല്ല വല്യപ്പച്ചന് എത്ര ആമക്കളുണ്ട്, എത്ര പെമ്മക്കളുണ്ട്? എനിക്ക് 3 ആമക്കളും 2 പെമ്മക്കളും ഉണ്ട്. അങ്ങനെ മൊത്തം 5 പിള്ളേരുണ്ട്. ഏറ്റവും ഇളയ പെങ്കൊച്ചിന്റെ പേര് ഷെറിൻ. ആദ്യം തന്നെ അത് കിട്ടി കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ പെങ്കൊച്ചിന്റെ പേര് ആലീസോ അങ്ങനെ എങ്ങാണ്ടാണ്. പുള്ളിക്കാരി സിസ്റ്റർ ആകാൻ വേണ്ടി പോയിരിക്കുകയാണ്. പുള്ളിക്കാരി ഇവിടെ ഇല്ല, തെക്കാണോ വടക്കാണോ എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഏതായാലും അതൊന്നും നമ്മുടെ അലീനയുടെ തലയിലേക്കൊക്കെ കൊള്ളുന്നില്ല. ഷെറിൻ എന്ന് പേര് കേട്ടത് അലീന. ഷെറിനോ? അപ്പൊ ഷെറിൻ ചേച്ചി എന്ത് ചെയ്യുന്നു? അവള് കല്യാണം കഴിഞ്ഞതേ, അവള് കല്യാണം കഴിഞ്ഞ് അവൾ അവിടെ ഉണ്ട്. അവളുടെ കെട്ടിയോൻ ഗൾഫിലാണ്. പിന്നെ 3 ആമക്കളുണ്ട്. അതിലൊരെണ്ണം സ്റ്റാൻലി, 2 ഒരെണ്ണം വീട്ടിലുണ്ട്, ഒരെണ്ണം ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. എല്ലാത്തിന്റെയും കല്യാണവും കൊച്ചുമക്കളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഷെറിൻ ആന്റിക്കും ഉണ്ടോ മക്കള്? ഏറ്റവും ഇളയ ആന്റിക്ക്. ആ, ഷെറിൻ ആന്റി എന്നല്ല, ഷെറിൻ ചേച്ചി എന്നാ വിളിക്കുന്നത്. അപ്പോഴത്തേക്കും ഷെറിൻ ചേച്ചിക്ക് ഉണ്ടോ മക്കളെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവക്ക് മക്കളൊന്നുമില്ല. അതെന്താ മക്കളില്ലാത്തത്? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 3 വർഷമായി. ഓ, 3 വർഷമായിട്ട് മക്കളില്ലേ? ഇല്ലെന്നേ, അവക്ക് മക്കളില്ലെന്ന് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? അവക്ക് എവിടെ നിന്ന് മക്കള്? അവക്ക് മക്കളൊന്നുമില്ല എന്ന് എടുത്തെടുത്ത് പറയാണ് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ അലീനയ്ക്ക് എന്തോ സംതിങ് റോങ് എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അലീന കൂടുതൽ വിശദീകരിച്ച് ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തേ ഇപ്പൊ ഷെറിൻ ചേച്ചി വീട്ടിൽ നിൽക്കുന്നത്? ഷെറിൻ ചേച്ചിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ലേ? അവക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളവളാ. അവൾ ആരാന്നാ നിന്റെ വിചാരം? പിന്നെ അവളുടെ കെട്ടിയോനെ ടോണി എന്നാ പേരെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് കാര്യമെല്ലാം മനസ്സിലായിട്ടോ. ടോണി ആരാണെന്ന് വ്യക്തമായിട്ട് നമ്മുടെ അലീനയ്ക്ക് അറിയാം. രേവതിക്കുട്ടി പണ്ട് ആലപ്പുഴയ്ക്ക് ടോണീനെ കാണാൻ പോയ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അലീനയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി. ഏതായാലും ഷെറിൻ ചേച്ചി പിള്ളാരില്ല. അപ്പം പിന്നെ പിള്ളാരില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അലീന ചോദിച്ചു, വന്ന പിന്നെ ഒരു കൊച്ചിനെ ദത്തെടുക്കത്തില്ലേ? അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 3 വർഷമായിട്ട് ഒരു കൊച്ചിനെ ദത്തെടുത്താൽ പോലും. പിന്നെ അങ്ങനെ ദത്തെടുത്തോണ്ട് വന്ന് വളർത്തുന്ന ഗതികേടൊന്നും ഞങ്ങളുടെ കുടുംബത്തിന് ഇല്ലടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ ദത്ത് പിള്ളേരെ ഒന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പച്ച അങ്ങനെ പറയരുത് കേട്ടോ. ദത്ത് എടുക്കുന്ന പിള്ളേരെ അല്ലെങ്കിൽ അനാഥ പിള്ളേരെ അത്രയ്ക്ക് വില കുറച്ച് കാണരുത്. അവരെന്ത് തെറ്റാ വല്യപ്പച്ച ചെയ്തിരിക്കുന്നത്? അവരുടെ അച്ഛനും അമ്മയും എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്ത് പോയെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് തെറ്റാ വല്യപ്പച്ച ചെയ്തിരിക്കുന്നത്? വല്യപ്പച്ചൻ അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും വല്യപ്പച്ചൻ അങ്ങ് കൊച്ചായിപ്പോയി. അവതക്കുട്ടിക്ക് അലീനയുടെ മുമ്പിലൊക്കെ തല കുനിഞ്ഞ് ചൂളി അങ്ങ് പോവുകയാണ്. ഏതായാലും ഈ സമയത്ത് അല്ല മോളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞെന്ന് പറഞ്ഞപ്പോ വല്യപ്പച്ചൻ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. സാരമില്ല വല്യപ്പച്ചന്റെ ആ ഒരു ഇത് കൊണ്ട് പറഞ്ഞതല്ലേ, കുഴപ്പമില്ല. ഏതായാലും എനിക്ക് വല്യപ്പച്ചന്റെ വീട്ടിലേക്കൊന്ന് വരണം, പുനലൂരേക്ക്. എല്ലാവരെയും പരിചയപ്പെടണം, പ്രത്യേകിച്ച് ഷെറിൻ ചേച്ചീനെ. ഷെറിൻ ചേച്ചി അല്ലെന്നേ, നിന്റെ ഇളയമ്മയായിട്ട് വരില്ലേ, അല്ലെങ്കിൽ നിന്റെ അപ്പച്ചിയായിട്ട് വരത്തില്ലേ? അങ്ങനെയൊക്കെ വിളിച്ചാൽ മതി, അല്ലാതെ ഷെറിൻ ചേച്ചി എന്നൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ശരിയാ അല്ലേ? ഏതായാലും എനിക്ക് ഷെറിൻ ചേച്ചീനെ ഒന്ന് കാണണം. വല്യപ്പച്ചൻ പറഞ്ഞു കേട്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷെറിൻ ചേച്ചീനാ. ഷെറിൻ ചേച്ചിക്ക് ജോലിയൊക്കെ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരാം, എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ദിവസം നിർത്താം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഷെറിന്റെ രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഷെറിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മുടെ ഔതക്കുട്ടിച്ചായൻ പറയുന്നില്ല. ഈ സമയത്ത് ഔതക്കുട്ടിച്ചൻ എനിക്കൊന്ന് കിടക്കണം മോളെ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ പോയേക്കുക, വല്യപ്പച്ചൻ കിടന്നോ എന്ന് പറഞ്ഞ് നമ്മുടെ വല്യപ്പച്ചനെ കിടത്തിപ്പിച്ചിട്ട് നേരെ അലീന പോകുന്നത് രേവതിനെ ഫോൺ വിളിക്കാനായിട്ടാണ്. രേവതിയാണെങ്കിൽ ഫോൺ കോൾ വരുന്നു ഇങ്ങനെ നോക്കിയിരിക്കുക. അലീനയുടെ ഫോൺ കോൾ വന്നതും ഇങ്ങനെ റിങ് ചെയ്തതും റിംഗ് ടൂൺ കേട്ടതും ഓടി നമ്മുടെ ഗ്രേസീനെ ഇടിച്ചോണ്ടാട്ടോ. അതായത് കിച്ചണിൽ എന്തോ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഫോൺ കോൾ വന്നതും ഗ്രേസി പുറകെ നിൽക്കുന്ന കാണാൻ ഒറ്റ ഇടി ഗ്രേസീനെ തെറിപ്പിച്ചിട്ട് നേരെ പോയപ്പോ ഈ പെണ്ണിന് എന്ത് സൂക്കേടാന്ന് ഗ്രേസി പറയുന്നുണ്ട്. എന്തായാലും നേരെ പോയിട്ട് എന്ത് ചെയ്തു, ഫോൺ എടുത്തിട്ട് അലീന ചേച്ചി പറ ഔതക്കുട്ടി, ഷെറിൻ ചേച്ചി ഇവരൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പറ അലീന ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും നീ ഒന്ന് അടങ്ങ് പെണ്ണെ, ഞാൻ കാര്യങ്ങളൊക്കെ പറയാന്നേ. ദേ നീ പറഞ്ഞതും അതുപോലെ ഷെറിൻ ചേച്ചി നമ്മുടെ ഔതക്കുട്ടിച്ചായന്റെ മോളാണെന്നൊക്കെ പറഞ്ഞതും ഒക്കെ വളരെ കറക്റ്റ് കാര്യമാണ്. ഔതക്കുട്ടിച്ചായന് 2 മക്കളുണ്ട്. അതായത് എൻ്റെ വല്യപ്പച്ചന് 2 പെമ്മക്കളുണ്ട്. അതിലേറ്റവും ഇളയതാണ് ഷെറിൻ ആന്റി, അല്ല ഷെറിൻ ചേച്ചി. ഷെറിൻ ചേച്ചിനെ വീട്ടിൽ വിളിക്കുന്നത് റാണി എന്നങ്ങാണ്ടൊക്കെയാണ്, റാണിമോളെ എന്നാണ് അപ്പച്ചനൊക്കെ വിളിക്കുന്നതെന്നും പറഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് സന്തോഷം കൊണ്ട് തുള്ളാനും ചാടാനും ഒക്കെ തോന്നുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ചേച്ചി സക്സസ്. ഇനിയിപ്പോ അലീന ചേച്ചിനെ കൊണ്ടായിരിക്കും ഞാൻ കളിക്കാൻ പോകുന്നു. ഇപ്പൊ എന്താ വേണ്ട നീ പറയുന്നത്? അലീന ചേച്ചിയുടെ സഹായം ആവശ്യമാണ്. പാവം ഗ്രേസി ആന്റിയും മാമച്ചനങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കൊച്ചുമോളെ കണ്ടുപിടിക്കാനായിട്ടും ആ കൊച്ചുമോളെ ഏറ്റെടുത്ത് വളർത്താനൊക്കെ ആയിട്ട്. അപ്പം
അലീന ചേച്ചി എന്ത് ചെയ്യണം? ആ വീട്ടിൽ പോകണം, ഷെറിൻ ചേച്ചിയായിട്ട് അടുക്കണം, പതിയെ അടുത്തടുത്തടുത്തടുത്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കളക്ട് ചെയ്യണം. പിന്നെ ദേ ആ കുട്ടി നമ്മുടെ അടുത്തിരിക്കും. എൻ്റെ ഗ്രേസി എനിക്കും മാമച്ചനെങ്കിലും ഒരു കുഞ്ഞിനെയും കിട്ടൂലോ. അയ്യോ, എനിക്ക് എനിക്ക് എന്നിട്ട് വേണം ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ. അപ്പൊ നിനക്ക് ഇതുവരെ ഉറക്കമില്ലേ? ഇല്ലെന്നേ, തീരെ ഉറക്കമില്ല. ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കവേ ഇല്ലാന്ന് പറഞ്ഞപ്പം പോകണ്ണെ വെച്ചിട്ട് എനിക്കിവിടെ വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് അലീന ഫോണും കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാല്ലേ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടോ. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. മിസ് ചെയ്ത് കളയരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അല്ല സോറി ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.